നമ്മുടെയൊക്കെ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആരോ എവിടെ ഇരുന്ന് പറയുന്ന രണ്ട് വാക്ക് കേട്ടാൽ അപ്പോഴേക്കും നമ്മൾക്ക് സങ്കടം വരും. അവരങ്ങനെ പറഞ്ഞല്ലോ ഇങ്ങനെ പറഞ്ഞല്ലോ എന്നോർത്ത് നമ്മൾ തന്നെ നമ്മളെ അങ്ങ് താഴ്ത്തിക്കളയും. എനിക്കൊന്നിനും കഴിയില്ലേ എന്ന് നമ്മൾ തന്നെ സ്വയം ചോദിച്ചു പോകും. സത്യം പറഞ്ഞാൽ ഈ പറയുന്നവർക്ക് നമ്മളെപ്പറ്റി എന്തറിയാം? നമ്മളെങ്ങനെയാണ് ഓരോ ദിവസം തള്ളി നീക്കുന്നതെന്നോ എത്ര കഷ്ടപ്പെട്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും അവർക്കറിയില്ല. അവർക്ക് എന്തെങ്കിലും പറഞ്ഞ് ചിരിക്കാനൊരു വിഷയം വേണം, അത്രേ ഉള്ളൂ. നമുക്കൊരു സങ്കടം വന്നാൽ ആശ്വസിപ്പിക്കാൻ ആരും കാണില്ല. പക്ഷെ നമ്മളൊന്ന് വീഴുമ്പോൾ അത് ആഘോഷമാക്കാൻ ഒരുപാട് പേരുണ്ടാവും. പലപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിക്കണമെന്ന് വരെ തോന്നിയിട്ടുണ്ട്. ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോഴും സംസാരിക്കുമ്പോഴും എന്തിനേറെ ഒന്ന് ഉറക്കെ ചിരിക്കുമ്പോൾ പോലും മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന പേടിയാണ്. ഇങ്ങനെ മറ്റുള്ളവരെ ബോധിപ്പിച്ച് ജീവിക്കണതിൽ എന്തർത്ഥമാണല്ലേ ഉള്ളത്? ഇടയ്ക്കൊക്കെ തോന്നും, എന്തിനങ്ങനെ അവരിനെ പേടിക്കണതെന്ന്. നമ്മളെങ്ങനെയുള്ളവരാണെന്ന് നമുക്കറിയാലോ. നമ്മുടെ കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിഞ്ഞാൽ പിന്നെ ആര് എന്ത് പറഞ്ഞാലും നമുക്കൊരു കുഴപ്പമുണ്ടാവില്ല. നമ്മുടെ കഴിവിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ ലോകം മുഴുവൻ എതിർത്ത് പറഞ്ഞാലും നമുക്ക് തളരാതെ നിൽക്കാൻ പറ്റും. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ നിന്ന് അതിനെ നേരം കാണും. ഈ പറയുന്നവരാരും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവില്ല. അവസാനം നമ്മൾ മാത്രമേ കാണൂ. അതുകൊണ്ട് നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റിന് കാത്തു നിൽക്കാതെ നമുക്കിഷ്ടമുള്ളതുപോലെ സമാധാനമായിട്ട് അങ്ങ് ജീവിക്കുക. നമ്മളെ നമ്മളായിട്ട് സ്നേഹിക്കുക. അതല്ലേ ശരിക്കുള്ള സന്തോഷം. നമുക്ക് നമ്മളെ തന്നെ വിശ്വാസമുള്ള കാലത്തോളം ഈ ലോകം എന്ത് പറഞ്ഞാലും അതൊന്നും നമ്മളെ ബാധിക്കില്ല.